വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വയറിന് ഒരു കുഴപ്പമില്ല. അതിനുശേഷം പച്ചവെള്ളം കുടിച്ചാലും വയറ് നല്ല വീർത്ത് വരുന്നത് പോലെയാണ് ചേച്ചി. ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കാൻ പറ്റുന്നില്ല. വയറ് നല്ല ഹെവി ആയിട്ടാണ് തോന്നുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആണോ ചേച്ചി എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന തംബ്നെയിലിലെ പോലുള്ള ഫോട്ടോയിൽ ഉണ്ടാകുന്ന വ്യത്യാസം പോലെ നിങ്ങൾക്കും മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വയറ് നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നു, അതിനുശേഷം നൈറ്റ് ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാതെ തന്നെ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ഈറ്റിംഗ് നടത്താതെ തന്നെ വയറ് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നു, ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി ഇന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ ഡെയിലി എന്നോണം ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻട്രാക്ഷൻ നടത്താൻ, ഞാനുമായിട്ട് ഇൻട്രാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ലൈവ് സെഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും ഞാനൊരു ഡോക്ടർ തരുന്ന തരത്തിലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻഫർമേഷനോ എനിക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിട്ട് നിങ്ങൾ ഒരിക്കലും എൻ്റെ കാര്യങ്ങളെ എടുക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ പോലെ, ഒരു അഡ്വൈസ് പോലെ മാത്രമേ നിങ്ങൾക്കത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ടിപ്സ് ആണ്. ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, നമ്മൾ ചെയ്യുന്ന ജീവിത രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാം എന്നതിനെ പറ്റി മാത്രമാണ് നമ്മുടെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ലൈവ് സെഷൻസിൻ്റെ ടൈം കമ്മ്യൂണിറ്റി ടാബിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ എല്ലാ ദിവസവും 1 മണിക്ക് ശേഷമുള്ള സമയത്ത്, ഏകദേശം 2 മണി അടുക്കെയുള്ള സമയത്തായിരിക്കും ലൈവ് സെഷൻസ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രാക്ഷൻ നടത്താവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പ് എനിക്കൊന്നും അത്ര സേഫ്റ്റി ആയിട്ട് തോന്നാത്തത് കൊണ്ടാണ് നമ്മളൊരു ടെലിഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ടെലിഗ്രാം അക്കൗണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഈ ടെലിഗ്രാം ചാനൽ നമ്മൾ കൊടുക്കുന്നത് ഫ്രീ സർവീസ് അല്ല. നേരെ മറിച്ച് നമ്മുടെ ചാനൽ ഒരുപാട് പേര് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ ജോയിൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ആക്കി ഇട്ടപ്പോൾ ഞാൻ അറിയാതെ തന്നെ പറയാതെ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ടെലിഗ്രാം ചാനൽ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു 159 റുപ്പീസ്, 155 രൂപയ്ക്കാണ് നമ്മൾ ടെലിഗ്രാം ചാനലിൻ്റെ ഒരു മെമ്പർഷിപ്പ് തുടങ്ങുന്നത് കേട്ടോ. അതിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കമൻറ്റ് നമുക്കൊരു പോസ്റ്റ് ഇടാനായിട്ട് സാധിക്കും മെമ്പേഴ്സിന് കാണാൻ വേണ്ടി മാത്രം. അങ്ങനെ മെമ്പേഴ്സിന് കാണാൻ വേണ്ടി മാത്രം ഞാൻ ആ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലോട്ട് വരാവുന്നതാണ്. അതിൽ നമ്മൾ പരസ്പരം നമ്പേഴ്സ് ഒന്നും ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. അത് ആരോ ആയിക്കോട്ടെ, നമ്പേഴ്സ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, ഒരുപാട് കമന്റ്സിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇന്ററാക്ട് ചെയ്യുക, അത്ര മാത്രമാണ് ടെലിഗ്രാം ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതും എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. വേണ്ടവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ടാകും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറയുന്ന ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. പക്ഷേ ഇതില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പല ആളുകൾക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിട്ട്, സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടുന്നവരുണ്ട്. അപ്പോൾ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രഗ്നൻസി കണ്ടീഷനാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. വയറിൽ ഗ്യാസ് തിങ്ങി നിറയുന്നത് പോലുള്ള ഒരു അവസ്ഥ കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ ആണ് യൂട്രസിൽ ഉണ്ടാകുന്ന എക്സ്പാൻഷൻ. നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണിതെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ നമ്മുടെ യൂട്രസ് ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നു. സ്കാനിങ്ങിൽ കാണുന്ന നമ്മൾ ഡോക്ടേഴ്സ് തിരിച്ചറിയുന്ന ആ ഒരു നമ്മുടെ ഫീറ്റൽ പോളോ അല്ലെങ്കിൽ യോക്ക് സാക്ക് എന്നൊക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള, വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സ്കാനിങ്ങിൽ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് ഇത് എക്സ്പാൻഡ് ആവാനായിട്ട്, നല്ലോണം വളരാനായിട്ട് തുടങ്ങും. ഹാർട്ട് ബീറ്റ് ഒക്കെ കിട്ടി തുടങ്ങും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു പ്രഗ്നൻസിയുടെ ഏറ്റവും ഏർലി സ്റ്റേജിൽ തന്നെ യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് നമുക്ക് വികസിക്കാൻ തുടങ്ങുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഗ്രോയിങ് ആയിട്ട് വരുന്ന യൂട്രസ് നമ്മുടെ സ്റ്റൊമക്കിലും അതുപോലെ നമ്മുടെ കുടലിലും പ്രഷർ കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ പ്രഷർ ഫോം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഡൈജഷൻ സ്ലോ ആവുകയും ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ വയർ എപ്പോഴും തിങ്ങിയിരിക്കുന്നത് പോലുള്ള ഒരു സെൻസേഷൻ ഫുള്ളായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത് കൊണ്ട്. പ്രൊജസ്ട്രോൺ ആണ് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും പ്രഗ്നൻസി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും ബോഡി ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഹോർമോൺ. പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് കൂടുന്നതിനനുസരിച്ചിട്ട് ഇത് ബോഡിയിലെ മറ്റുള്ള മസിൽസിനേക്ക് ഒന്ന് റിലാക്സ് ആക്കിക്കൊണ്ടുവരുന്നു. ഈ റിലാക്സ് ഡൈജഷൻ സിസ്റ്റത്തിന് ബാധകമായതുകൊണ്ട്, അതായത് ഇതിന്റെ എഫക്റ്റ് കൊണ്ട് റിലാക്സേഷൻ ഡൈജഷൻ സിസ്റ്റത്തിന് കിട്ടുന്നത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ദഹനം നിങ്ങൾക്ക് നന്നായിട്ട് സ്ലോ ഡൗൺ ആയി പോകുന്നു. ഇതുമൂലം നിങ്ങൾക്ക് ബ്ലോട്ടിങ്ങും മറ്റുള്ള അസ്വസ്ഥത
അസ്വസ്ഥതകളും വയറിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ് എടുക്കുന്ന ആൾക്ക് ഇത് ഈ ഒരു ലക്ഷണം എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. കാരണം പ്രൊജസ്ട്രോൺ മെഡിസിൻ വജൈനിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്താലോ ഓറലി നിങ്ങൾ ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് ആ മെഡിസിൻ എടുക്കുന്ന ദിവസം മുതൽക്ക് തന്നെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്. ആഫ്റ്റർ ഓവുലേഷൻ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഇംപ്ലാന്റേഷൻ നടക്കുമോ എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനോ വേറെ എന്ത് തരത്തിലുള്ളതായിക്കോട്ടെ, നിങ്ങൾ ആ ഒരു സ്ട്രെസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ സ്ട്രെസ് നിങ്ങളുടെ ഡൈജഷൻ സ്ലോ ആക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. ഒരു ദിവസം അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് അല്ല കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആ ഒരു സ്ട്രെസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഡൈജഷനെ ഭയങ്കര സ്ലോ ഡൗൺ ആക്കുകയും ഡെയിലി എന്നോണം നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ആ ദിവസവും നിങ്ങൾക്കിത് ഫീൽ ചെയ്യാം കേട്ടോ. പക്ഷെ പിറ്റേ ദിവസം നിങ്ങൾ നോർമൽ ആണെങ്കിൽ, നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അവിടെ നിങ്ങൾക്ക് അവസാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്ട്രെസ്സും ആൻസൈറ്റി നിങ്ങൾ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും ഡൈജഷൻ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് പോകാം. മൂന്നാമത്തെ ഒരു റീസൺ ആണ് സ്ലോ ഡൈജഷൻ എന്ന് പറയുന്നത്. പ്രഗ്നൻസി മൂലം ഡൈജഷൻ സ്ലോ ആകുമ്പോൾ ബോഡിയിൽ ന്യൂട്രീഷ്യൻസിന്റെ ഒക്കെ അബ്സോർപ്ഷൻ നടക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നു. നമ്മളിൽ ശരീരത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങളുടെ എല്ലാം വേണ്ടുന്ന ശരീര അവയവങ്ങൾക്ക് അതിന്റെ എല്ലാം വിറ്റമിൻസ് എത്തിച്ചു കൊടുക്കണമല്ലോ, ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ നടക്കണമല്ലോ. പക്ഷെ ഇത് നടക്കാത്ത സിറ്റുവേഷനിൽ ഇത് ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള അല്ലെങ്കിൽ മുഴുവനായിട്ട് ഡൈജഷൻ നടക്കാത്ത ഫുഡ് ഐറ്റംസ് കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് കേട്ടോ. ഇത് ഈ ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടുള്ള മറ്റൊരു റീസൺ ആണ് കേട്ടോ. അടുത്തൊരു കോസ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. അതായത് പ്രഗ്നൻസി നമുക്ക് പോസിറ്റീവ് ആകുന്ന സമയത്ത് വയറ്റിൽ നിന്ന് പോകാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കൃത്യമായിട്ട് മോഷൻ പോകാതെ അല്ലെങ്കിൽ മുഴുവനായിട്ട് പോയി തീരാതെ കട്ടിയായിട്ട് വയറ്റിൽ നിന്ന് പോകുന്ന രീതിക്കൊക്കെ മോഷൻ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും വയറ് ഒരുപാട് ഹെവി ആയിട്ടിരിക്കുന്നത് പോലുള്ള ഒരു സെൻസേഷൻ നിങ്ങൾക്കുണ്ടാകും. മുഴുവനായിട്ട് പോയി തീരാത്തത് കൊണ്ടാണ് ആ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് മോഷൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടും ചില ആളുകൾക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് മോഷൻ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനും ഉണ്ടാകും. അതൊരു ലൂസ് മോഷൻ ആണ്, ഫുൾ ടൈം ലൂസ് മോഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മോഷൻ അത്യാവശ്യം ഉറച്ച് തന്നെ മുഴുവനായിട്ട് ഇങ്ങനെ പോകുന്നത് പോലെ, ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും നിങ്ങൾ പ്രഗ്നൻസി ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കണം. അത് നമ്മൾ പ്രഗ്നൻസിയുടെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് അതിനെ സഹിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നീട് അങ്ങോട്ടേക്ക് യൂട്രസ് ഒന്നും കൂടി എക്സ്പാൻഡ് ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ പൈൽസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടും കോൺസ്റ്റിപ്പേഷന് വലിയ മാറ്റം ഒന്നും ഇല്ല എങ്കിൽ ഞാൻ താഴെ ടിപ്സ് പറയാം. ഇനി അങ്ങോട്ടേക്ക് താഴെ ടിപ്സ് പറയാം. ആ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്ക് വേറെ മാറ്റം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള മെഡിസിൻസ് എടുക്കാനായിട്ട് നോക്കണം. രാത്രി മെഡിസിൻ ഉള്ളിൽ കഴിക്കാനുള്ളത് അല്ലെങ്കിൽ കുടിക്കാനായിട്ടുള്ള ഡ്രിങ്ക്സ് പോലെ തരും. അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് മോഷൻ കൃത്യമായിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ പൈൽസ് പോലെ നമ്മുടെ ആ ഒരു പോർഷനിൽ ദശ കീഴ്പോട്ടേക്ക് ഇറങ്ങുന്നത് പോലുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാകും കേട്ടോ. അടുത്തൊരു ഫാക്ടറാണ് നമ്മുടെ ഡയറ്ററി ചേഞ്ചസ്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ബോഡി ഭയങ്കര വീക്ക് ആണെന്നാണ് പറയുന്നത്. നോർമലി ഇപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് അല്ലാത്ത സിറ്റുവേഷനിൽ പയർ, കടല, പരിപ്പ് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയം മുതൽക്ക് ചിലപ്പോൾ ഈ ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ നിങ്ങൾക്ക് ഗ്യാസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഗ്യാസ് ഫോം ചെയ്യാനായിട്ട് കാരണമാകുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ബീൻസ്, ലെൻറ്റിൽസ്, ബ്രൊക്കോളി, അതുപോലെ ക്യാബേജ്, പിന്നെ ഒനിയൻ, കോളിഫ്ലവർ, പിന്നെ നമ്മൾ കഴിക്കുന്ന ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, പിന്നെ ഈ ഷുഗറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ കൂടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതും നിങ്ങളുടെ ഡൈജഷൻ സ്ലോ ആവുന്നതിനും വയറിലൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു പ്രകമ്പനം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് നമ്മൾ എടുക്കുന്ന പ്രിനേറ്റൽ വിറ്റമിൻസ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിക്കാണ് ഈ പ്രിനേറ്റൽ വിറ്റമിൻസ് എടുക്കുന്നതെങ്കിൽ അയൺ പോലുള്ള സപ്ലിമെന്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കോൺസ്റ്റിപ്പേഷനോ ബ്ലോട്ടിങ്ങോ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ മെഡിസിൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നതെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും തരത്തിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മെഡിസിൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു വയർ ഇതുപോലെ ഒരു പ്രകമ്പനമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വീർത്തിരിക്കുന്നത് പോലെയുള്ള ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ടുള്ള കാരണം. ഇനി ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രതിവിധി എന്താണെന്ന് നോക്കാം. ഇതെങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തേതാണ് നമ്മൾ മീൽസ് കഴിക്കുന്നത് സ്മോൾ ക്വാണ്ടിറ്റിയിൽ എടുക്കുക, ഫ്രീക്വൻസി കൂട്ടുക. ദിവസേന ഒരു 4 തവണ ഭക്ഷണം കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊരു 6 തവണയായിട്ടോ 7 തവണയായിട്ടോ കൂട്ടാനായിട്ട് നോക്കുക. ആ കഴിക്കുന്ന ഭക്ഷണം വളരെ കുറച്ചായിട്ടും നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. രാവിലെ ഒരു 3 അപ്പം കഴിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആ ഫുഡ് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരപ്പം ഒരു 8 മണിക്ക്, ഒരപ്പം 10 മണിക്ക് അങ്ങനെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അതുപോലെ ഭക്ഷണങ്ങൾ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് ഫ്രീക്വൻസി കൂട്ടി
കൗണ്ട് കുറച്ച് കഴിക്കാനായിട്ട് നോക്കുക. ചോറ് ഇപ്പോൾ നിങ്ങൾ ഒരു കയ്യിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അരക്കൈയിലായിട്ട് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും ഡൈജഷൻ നടക്കുകയും അടുത്തൊരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബോഡി അല്ലെങ്കിൽ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് ബോഡി പ്രിപ്പയർ ആവുകയും ചെയ്യുന്നു. അതാണ് നിങ്ങൾക്ക് മീൽസ് കഴിക്കാനായിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തേതായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും ചവച്ചരച്ച് കഴിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ചൊന്ന് ചവച്ചിട്ട് വിഴുങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫുള്ളും നമ്മൾ നന്നായിട്ട് ചവച്ചരച്ച് വിഴുങ്ങുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിനെ ദഹിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് കൂടുതൽ നടക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവില്ല. കുറച്ചൊന്ന് എഫേർട്ട് ഇടുമ്പോൾ തന്നെ നമ്മുടെ ബോഡി അത് ഡൈജഷനൊക്കെ നന്നായിട്ട് നടന്ന് ന്യൂട്രീഷൻ അബ്സോർപ്ഷനൊക്കെ കൃത്യമായിട്ട് ഉണ്ടായിക്കോളും. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പൂർണ്ണമായിട്ടും ചവച്ചിട്ട് വിഴുങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഡൈജഷൻ പിന്നെയും സ്ലോ ആയി പോകും കേട്ടോ. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. വെള്ളം ധാരാളം കുടിക്കുന്നത് ബോഡിയെ നറേഷ് ചെയ്യുന്നതിനും പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈബറിന്റെ ഇൻടേക്ക് നിങ്ങൾ നന്നായിട്ട് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. മാംഗോ കഴിക്കുന്നത്, അതുപോലെ തന്നെ ചീര പോലുള്ള ഐറ്റംസ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നട്ട്സ് ഡെയിലി എന്നോണം നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നട്ട്സ് കഴിക്കുന്നത് ഡൈജഷൻ നന്നായിട്ട് നടക്കാനും കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നട്ട്സ് എന്ന് പറയുന്നത് പവർ പാക്ക് ഓഫ് ന്യൂട്രീഷൻ ആണ്. എല്ലാം നമ്മുടെ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നട്ട്സ് നിങ്ങൾ ഡെയിലി എന്നോണം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മൈൽഡ് ആയിട്ടുള്ള വാക്കിങ്ങോ ഈസി ആയിട്ടുള്ള യോഗ പോസുകളോ ഡെയിലി എന്നോണം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ബോഡിയെ ഭയങ്കര പോസിറ്റീവായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും ഭയങ്കര റിലാക്സേഷൻ ബോഡിക്ക് തരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ആറാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ധരിക്കാനായിട്ട് നോക്കുക. നമ്മൾ വേസ്റ്റിന്റെ ഭാഗം ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള രീതിക്ക് പാൻറ്റ് മുറുക്കി കെട്ടുന്നതോ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഒക്കെ നിങ്ങൾ ധരിക്കുന്നതോ ഡൈജഷൻ സ്ലോ ആകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. വയറിലൊരു അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ടും കാരണമാകും. അതുകൊണ്ട് ഒരുപാട് ടൈറ്റിലൊന്നും വലിച്ചു മുറുക്കിയൊന്നും നിങ്ങൾ ഡ്രസ്സ് ധരിക്കരുത്. എപ്പോഴും കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏഴാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നോക്കുക. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയം മുതൽക്ക് തന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഫെർട്ടിലിറ്റി അത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നോക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എപ്പോഴും ശരീരത്തിന് ചെയ്തു തുടങ്ങുക, കൊടുത്തോണ്ടിരിക്കുക. ഫെർട്ടിലിറ്റി യോഗയുടെ ഭാഗമായിട്ടും ഹെൽത്തി ഫുഡുകൾ കഴിക്കുന്ന ഭാഗമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് മൈൻഡ് വെക്കുമ്പോഴും നിങ്ങൾക്ക് ബോഡിക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് വെറുതെ ആലോചിച്ച് വിഷമിക്കാം എന്നല്ലാതെ ഒരു തരത്തിലും അത് ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മറിച്ച് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ശരീരം നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം മാത്രം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നാൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ പോലുള്ള ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അതായത് വോമിറ്റിംഗ് ടെൻഡൻസി, ഭയങ്കര ക്ഷീണം, ഭയങ്കര തലകറക്കം പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡേറ്റ് മിസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ പറയുന്ന തരത്തിലുള്ള സിംറ്റംസ് ഒന്നും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ടെങ്കിലും പ്രഗ്നൻസി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആ സമയത്ത് കാർഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് 99% വരെ കൃത്യമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.